സോഷ്യൽ ആങ്സൈറ്റി. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഹ്യൂമിലേറ്റഡ് ആവുന്നുണ്ടോ അവിടെ, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്, ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിയറും, അതുപോലെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒപ്പിരുന്ന് ഫുഡ് കഴിക്കാൻ, കുറേ പേരുടെ ഇടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ, കുറേ പേരുടെ ഇടയിൽ സംസാരിക്കാൻ ഒക്കെ പേടി ഉണ്ടായിരിക്കുക. അതുപോലെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള കൈവിറയ്ക്കുക, വിയർക്കുക, ഛർദ്ദിക്കാൻ വരിക, തലകറങ്ങുക, അതുപോലെ പാൽപിറ്റേഷൻ, അതായത് ഹൃദയമിടിപ്പ് കൂടുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടിട്ട് ആൻറ്റിസിപ്പേറ്റഡ് ആങ്സൈറ്റി, അതായത് വരുന്നതിന് മുന്നേ തന്നെ, ഒരു സോഷ്യൽ സിറ്റുവേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടെൻഷനായി തുടങ്ങും, അവിടെ പോകണമല്ലോ എന്ന് ഓർത്തിട്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവുക. അതുപോലെ നമ്മുടെ ഫംഗ്ഷൻസ്, അതായത് ഇപ്പോൾ ജോലിയിലായിക്കോട്ടെ പഠിക്കുന്നതിലായിക്കോട്ടെ ഒക്കെ ഈ ആങ്സൈറ്റി ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കുറേ നാളുകളായിട്ട് കൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തെറാപ്പിസ്റ്റിനെ കാണുക. ഇതിൽ നമ്മൾ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ CBT, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് പോലത്തെ ടെക്നിക്സ്, അതുപോലെ എക്സ്പോഷർ തെറാപ്പി, പതുക്കെ ആ സോഷ്യൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് അതിനെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യുന്നത്. അതുപോലെ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി, ACT. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ആ ആങ്സൈറ്റിനെ അവോയ്ഡ് ചെയ്യാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവുക. ഇതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വാല്യൂ ബേസ്ഡ് ഒരു ആക്ഷനാണ് ഉണ്ടാവുക. അതുപോലെ നമ്മൾ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിളിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ഈ ഒരു ടെക്നിക്കിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവുകയാണ്, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനൊരു ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നതാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക്. അതായത് 5 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഡ്രസ്സ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ. അതുപോലെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്, വണ്ടിയുടെ ശബ്ദമായിക്കോട്ടെ, ഫാനിൻ്റെ ശബ്ദമായിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മണക്കാൻ, സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊന്നും ഇല്ല, നിങ്ങൾക്കൊന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സാനിറ്റൈസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലെടുത്ത് സിമിലറുള്ള മണങ്ങളെ കുറിച്ച് ജസ്റ്റ് ഓർത്തെടുക്കാൻ ട്രൈ ചെയ്യാം. അതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഗമ്മായിക്കോട്ടെ, കോഫി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആങ്സൈറ്റി ഹിറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഭയങ്കരമായിട്ട് റേസിങ് ഭയങ്കരമായിട്ട് തോട്ട്സ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ തോട്ട്സ് കൂടുന്ന പോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ സിംറ്റംസും ഇതാവാൻ തുടങ്ങും. അതായത് ഹാർട്ട് ബീറ്റ് കൂടുക, ഭയങ്കരമായിട്ട് തലകറങ്ങാൻ തോന്നുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നിർത്താൻ വേണ്ടി നമ്മൾ തന്നെ ബ്രെയിനും മൈൻഡിനെ കാമാക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടെക്നിക്കാണ് ബോക്സ് ബ്രീതിങ്. അതായത് ജസ്റ്റ് ഒരു ബ്രീതിങ് എക്സസൈസ് ആണിത്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഇൻഹേൽ എക്സേൽ തന്നെയാണ്. 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്യുക, കൗണ്ട് ചെയ്യുക, 1 2 3 4, ദെൻ മനസ്സിൽ കേട്ടോ. അത് കഴിഞ്ഞ് 4 വട്ടം കൗണ്ട് ചെയ്തതിന് ശേഷം എക്സേൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക 4 സെക്കൻഡിന് ശേഷം എക്സേൽ ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, ഇൻഹേൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എക്സേൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രീതിങ് ടെക്നിക്കും ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ അനുഭവിച്ചിട്ടും എന്താണ് ഇത് സോഷ്യൽ ആങ്സൈറ്റി ആണ് എന്താണെന്ന് അറിയാത്തവരുണ്ടായിരിക്കാം. സോഷ്യൽ ആങ്സൈറ്റി ആണെന്ന് അറിഞ്ഞിട്ടും അതിനുവേണ്ടി തെറാപ്പി എടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ തെറാപ്പി എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. നമുക്കിതിനെ എപ്പോഴും കോപ്പപ്പ് ചെയ്ത് ലൈഫിൽ വരുന്ന ഈ പ്രശ്നത്തിനെ കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്തായാലും പറ്റും. CBT, എക്സ്പോഷർ തെറാപ്പി പോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ തെറാപ്പികളിലൂടെയൊക്കെ നമുക്ക് ഇതിനെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ കമ്പൈൻഡായിട്ട് വരുന്ന ഒരു ഡിസോർഡർ കൂടിയാണ് ഇത്. ഡിപ്രഷനും വേറെ ആങ്സൈറ്റി ഇഷ്യൂസുകൾക്കൊക്കെ ഇത് വരുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയും നമ്മൾ തെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, ഇങ്ങനത്തെ ഫിയറുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബി കൈൻഡ് ടു യുവർ മൈൻഡ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.